ജാർഖണ്ഡിലെ പടിഞ്ഞാറൻ സിംഗ്ഭൂവിലെ ഗുദ്രിയിൽ നിന്നും കൗതുകകരമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിന് ചിരിയടക്കാനായി സാധിക്കുന്നില്ല. പോരാത്തതിന് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന് കൊടുക്കുന്ന ഒരു സംഭാവനയായി ഇതിനെ വിലയിരുത്തപ്പെടുന്നു. പരക്കെ സംഭവം വേറൊന്നുമല്ല, ആക്രമിക്കാൻ വന്ന തീവ്രവാദികളെ ജനങ്ങൾ വളഞ്ഞിട്ട് തല്ലിക്കൊന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ട്. പടിഞ്ഞാറൻ സിംഗ്ഭൂവിലെ ഗുദ്രിയിൽ നക്സലൈറ്റ് സംഘടനകൾ സജീവമാണ്. ഇവരവിടെ ജനങ്ങളെ ആക്രമിക്കുകയും കൊലപാതകങ്ങൾ നടത്തുന്നതും നിരന്തരമായിട്ടുള്ള സംഭവമായി വരികയായിരുന്നു. ഈ കഴിഞ്ഞ നവംബർ 24 ഗുദ്രിയിലെ ഗീരു ഗ്രാമത്തിൽ രവി തന്തി എന്ന് പറയുന്ന ഒരാളെയും സൻസ ടോപ്നോയെ എന്ന് പറയുന്ന ഒരാളെയും ചേർത്ത് ഇവർ കൊലപ്പെടുത്തിയിരുന്നു. വീട് കയറിയാണ് ഈ നക്സലുകൾ അവരെ കൊലപ്പെടുത്തിയത്. അവരെ കൊലപ്പെടുത്തിയ കൂട്ടത്തിൽ വീട്ടുകാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. PLFI കമാൻഡർ മോട്ട ടൈഗർ ഗോമിയ എന്നിവരാണ് ഇത് ചെയ്തത്. ഇവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരികയായിരുന്നു. എന്നാൽ അവിടെയുള്ള ഗ്രാമവാസികൾ അതിനൊന്നും തന്നെ നിന്നില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഗോമിയ എന്ന് പറയുന്ന ഈ തീവ്രവാദി മോട്ട ടൈഗറിന്റെ ശിഷ്യനാണ്. ഗുദ്രിയിലെ ഗിരൂവിൻ എന്ന് പറയുന്ന ഇരട്ടക്കൊലക്കേസ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയാണ്. ഗ്രാമവാസികൾ ഇയാൾക്കായി പൊടുന്നനെ തന്നെ തിരച്ചിൽ ആരംഭിച്ചു. ഗുദ്രി, സോനുവ, ഗോയിൽഖേറ, ആനന്ദ്പൂർ എന്നിങ്ങനെയുള്ള സ്റ്റേഷൻ പരിധികളിൽ തുടർച്ചയായ നക്സലുകളുടെ ആക്രമണത്തിൽ വർധനയുണ്ടായ സാഹചര്യത്തിൽ ഗ്രാമവാസികൾ ഈ നക്സലുകൾ അറിയാതെ ഒരു യോഗം വിളിക്കുകയായിരുന്നു. അത് ഗുദ്രിയിലെ ലോധായിലാണ് അവർ യോഗം വിളിച്ചത്. ഇവരെ എങ്ങനെ തീർക്കാമെന്നുള്ളതായിരുന്നു ഗ്രാമവാസികൾ ആ യോഗത്തിൽ പറഞ്ഞത്. അതീവ രഹസ്യമായിട്ടാണ് ആ യോഗം നടന്നത്. സമഗ്രമായിട്ടുള്ള തന്ത്രം അവിടെ ഗ്രാമവാസികൾ രൂപപ്പെടുത്തിയ ശേഷം മോട്ട ടൈഗർ ഉൾപ്പെടെ 1/2 ഡസൻ വരുന്ന തീവ്രവാദികളെയാണ് ഇവർ വളഞ്ഞിട്ട് അവരുടെ കേന്ദ്രത്തിലെത്തി വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി തല്ലിക്കൊന്നത് എന്നാണ് അറിയാനായി സാധിക്കുന്നത്. ശേഷം ഇവരുടെ മൃതദേഹം ടോഡൽ, കോമായി എന്നിങ്ങനെയുള്ള വനങ്ങളിൽ കൊണ്ടുപോയി മൃഗങ്ങൾക്ക് ഭക്ഷിക്കാനായി ഉപേക്ഷിച്ചിരുന്നു എന്നും നമുക്കറിയാനായി സാധിക്കുന്നുണ്ട്. പോലീസ് ഇതേ തുടർന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട ഭീകരരുടെ പലരുടെയും തലയ്ക്ക് വിലയിട്ടിരിക്കുകയാണ് സർക്കാർ. അങ്ങനെയാണെങ്കിൽ ഗ്രാമവാസികൾക്ക് കോളടിച്ചു എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ തർക്കമില്ല. അഥവാ ആർക്കെതിരെയെങ്കിലും കേസ് വന്നു കഴിഞ്ഞാലും കൂട്ടത്തിൽ കാശും കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. എന്തായാലും ഇന്ത്യൻ സൈന്യത്തിന് നമ്മുടെ ഗ്രാമവാസികളുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ വലിയ ഒരു സംഭാവന ഇപ്പോൾ വന്നിരിക്കുകയാണ് ഈ രൂപത്തിൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.